വെള്ളിമല. സമയം 2 മണി. പച്ചമാംസം ഭക്ഷിച്ച കാളത്തലയുള്ള ഒടിയന്റെ വായിലെ ചോര കണ്ട് അവൻ ബോധക്ഷയനായി വീണു. പിന്നെ അവൻ കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. മുമ്പിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. ഒരു കാൽ ശേഷിയില്ലാത്ത 80 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു വൃദ്ധൻ. വൃദ്ധൻ ചോദിച്ചു, ആരാണ് മോനെ നീ? ആ പയ്യൻ പറഞ്ഞു, ഞാൻ കുറച്ച് വടക്കിൽ നിന്നാണ്. എൻ്റെ കുടിലിൽ തീ പിടിച്ചു. അച്ഛനും അമ്മയും ആ തീപിടുത്തത്തിൽ മരിച്ചു. മുത്തശ്ശിയുള്ള കാര്യം അവൻ മറച്ചു വെച്ചു. വൃദ്ധന് സങ്കടം തോന്നി. അവന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. വൃദ്ധൻ ചോദിച്ചു, എങ്ങോട്ടാണ് യാത്ര? പയ്യൻ പറഞ്ഞു, തെന്മലയോരത്ത് ഒരു അമ്മാവനുണ്ട്, അങ്ങോട്ട് പോകുക. വൃദ്ധൻ പറഞ്ഞു, ഇന്ന് ഒരു ദിവസം ഇവിടെ കൂടിക്കോ. പയ്യൻ ശരിയെന്ന് പറഞ്ഞു. രണ്ടുപേരുമൊത്ത് വേട്ടയ്ക്ക് പോയി. മാനിനെ വേട്ടയാടി ഭക്ഷിച്ചു. നേരം ഇരുട്ടി. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. പയ്യൻ പാതിയുറക്കത്തിൽ ഞെട്ടിയെണീറ്റ് നോക്കുമ്പോൾ അടുത്ത് കിടന്ന വൃദ്ധനെ കാണാനില്ല. ആ പയ്യൻ പുറത്തേക്ക് വന്നു. ദൂരെ എവിടേക്കോ ആയി ഒരു മനുഷ്യൻ അലറുന്ന ശബ്ദം. അവൻ ശബ്ദം വരുന്ന ദിശ നോക്കി നടന്നു. അതൊരു ശ്മശാനമായിരുന്നു. ശരീരം മാസകലം കരിപൂശിയ വൃദ്ധനെ കണ്ടവൻ ഭയന്നു. കത്തുന്ന തീജ്വാലകൾക്ക് മുന്നിൽ മനുഷ്യന്റെ തലയോട്ടികൾ കൂട്ടിവെച്ച് രുദ്രതാണ്ഡവ നൃത്തമാടുന്ന വൃദ്ധൻ പതിയെ വൃദ്ധനിൽ നിന്നും ഒടിയന്റെ രൂപത്തിലേക്ക് മാറുന്നു. നല്ല ഉറപ്പുള്ള കാലുകളും ആരോഗ്യമുള്ള ശരീരവും കാളയുടെ തലയുമായി ഒടിയന്റെ രൂപം കണ്ടതും അവൻ ഭയന്ന് വിറച്ച് കാടുകളിലേക്ക് ഓടി. തുടരും.